അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മുടെ ജന്മം നമ്മൾ ആഗ്രഹിക്കാതെ ലോകത്ത് സംഭവിച്ചു. നമ്മുടെ മരണവും നമ്മൾ ആഗ്രഹിക്കാതെ സംഭവിക്കുന്നു. ജന്മത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള സമയമാണല്ലോ ജീവിതം. അത് രണ്ടും നമ്മുടെ ആഗ്രഹം പ്രകാരമല്ല സംഭവിച്ചത് എങ്കിൽ ഇതിനിടയിലുള്ള ജീവിതവും മനുഷ്യ നിന്റെ ആഗ്രഹപ്രകാരമല്ല സംഭവിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊരുത്തന്റെ ജന്മവും മരണവും നൽകിയവന്റെ ആഗ്രഹപ്രകാരം അത് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരിക്കലും തന്നെ കാലിടറുകയില്ല, ആത്മഹത്യയിലേക്ക് അവർ ചിന്തിക്കുകയില്ല. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? അമ്പലപ്പുഴയിലെ ഒരു ക്ലാസ് മുറിയിൽ 3 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസുകളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസമാണ്, വിജ്ഞാനമാണ്. അഥവാ ഇരുട്ട് പിടിച്ചിരിക്കുന്ന മനസ്സുകളെ, അന്ധകാര മനസ്സുകളെ ഭാവിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ വെളിച്ചം നൽകലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ വെളിച്ചം നൽകേണ്ട ഈ കേന്ദ്രങ്ങൾ പലപ്പോഴും വെളിച്ചം നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടും മാറി മാറി വരുന്ന പല പഠന സമ്പ്രദായങ്ങളും നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ സ്പർശിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടുമൊക്കെ ക്ലാസ് മുറികൾ ആത്മഹത്യയുടെ കേന്ദ്രങ്ങളായി മാറുന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, മോനെ മോളെ, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖമാണെങ്കിലും ജീവിതം അത് പരീക്ഷണമാണ് കേട്ടോ. പരീക്ഷണത്തിൽ അടിപതറാതെ നിൽക്കാൻ നിനക്ക് സാധിക്കണം. ഖുർആൻ ഉണ്ടാക്കിയിരിക്കുന്ന സംസ്കാരത്തിനും സംസ്കരണത്തിനും അങ്ങനെ സാധിച്ചിരുന്നു. ഒരു സംഭവം പറയാം, ചരിത്രത്തിൽ ഒരു സംഭവം പറയാം. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഖുർആൻ ഉണ്ടാക്കിയിരിക്കുന്ന സംസ്കാരത്തിന്റെ ആഴവും പരപ്പും അത് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എന്താ അദ്ദേഹത്തിന്റെ സംഭവം? അദ്ദേഹത്തിന്റെ കാലിന് ഒരിക്കൽ പഴുപ്പുണ്ടായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റണം. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ. ഓപ്പറേഷന് നിശ്ചയിച്ച ദിവസമായപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് അനസ്തേഷ്യയുമായി വന്നു ബോധം കെടുത്താൻ. അദ്ദേഹം പറഞ്ഞു, ഒരു വിശ്വാസി അവന്റെ റബ്ബിനെ മറക്കുന്ന രൂപത്തിൽ അവന്റെ മനസ്സ് ബോധം കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് കാല് മുറിക്കല്ലേ വേണ്ടത്, നിങ്ങൾ മുറിച്ചോളൂ. നിങ്ങൾ കൊണ്ടുവന്നിരിക്കും അനസ്തേഷ്യയേക്കാൾ ശക്തിയുള്ള ഒന്ന് എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ കാല് മുറിച്ചോ. ഡോക്ടർമാർക്ക് അത്ഭുതമായി, ആശ്ചര്യമായി. അവസാനം അവർ കാല് മുറിച്ച് ആശുപത്രിയുടെ ബെഡിൽ കിടക്കുന്ന മഹാനായ ഈ മനുഷ്യൻ കേൾക്കുന്നത് എന്താ? കൂനിന്മേൽ കുരു എന്ന പോലെ മറ്റൊരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ചെറിയ മകൻ വീടിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്ന വാർത്ത. നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവം പോയാൽ തന്നെ നമുക്ക് എത്ര പ്രയാസം ഉണ്ടാവും. ഈ കൈയിന്റെ വിരലങ്ങ് പോയാൽ പിന്നെ നമുക്ക് കൈ വെക്കാനോ ജനങ്ങളുടെ ഇടയിൽ കാണിക്കാനൊക്കെ മടിയായിരിക്കും. ആ സ്ഥാനത്താണ് ഇദ്ദേഹത്തിന്റെ കാല് തന്നെ പോകുന്നത്. ഒന്ന്, അതിനേക്കാൾ വിലമതിക്കാവുന്ന അദ്ദേഹത്തിന്റെ സന്താനവും ഉടനെ തന്നെ പോകുന്നു. ഈ സന്ദർഭത്തിൽ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നീ എനിക്ക് 4 അവയവങ്ങൾ നൽകിയിട്ട് ഒന്നല്ല ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളൂ. 2 കൈകളും 2 കാലുകളും നീ എനിക്ക് നൽകി, ഒന്നല്ല ഇപ്പോൾ നീ എനിക്ക് തിരിച്ചെടുത്തിട്ടുള്ളൂ. നീ എനിക്ക് 7 സന്താനങ്ങൾ നൽകി, അതിൽ ഒന്നിനെയല്ലേ നീ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി 6 ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ലാഹുവേ, നീ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് നീ നൽകിയതാണ്, നീ നൽകിയത് നീ എടുക്കുകയും ചെയ്യും. എന്താണ് ഈ സംഭവം നമ്മെ അറിയിക്കുന്നത്? എത്ര ലഭിച്ചാലും മതി വരാത്ത ഈ കാലഘട്ടത്തിൽ ലഭിച്ചത് തന്നെ നഷ്ടപ്പെട്ടാലും മതി വരുന്ന, സംതൃപ്തി വരുന്ന ഒരു മനസ്സിനെയാണ്, ഒരു സംസ്കാരത്തെയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഈ സംസ്കാരം എങ്ങനെയാണ് ഉണ്ടായത്? ഖുർആൻ പഠിപ്പിച്ചു, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പരീക്ഷണങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സുഖിക്കാൻ നിങ്ങൾക്ക് 20% ലഭിച്ചാൽ 80% പരീക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് ക്ഷമിക്കാൻ ശീലിക്കണം. മറ്റൊന്ന്, വിഭവങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പരസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി വെച്ചത് ഇനിയും ലഭിക്കണം. എത്ര ലഭിക്കണം? എത്രയും ലഭിക്കണം. ലഭിച്ചതൊന്നും മതിയാകുന്നില്ല. ഈ മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ഇന്ന് നമ്മൾ ലോകത്തെ ഉറക്കെ കേൾപ്പിക്കേണ്ടതാണ്. അതിനു മുൻപ് ഖുർആൻ പറഞ്ഞു, വലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ, ഈ
ഭൗതിക ലോകത്ത് സുഖങ്ങളും അതുപോലെ തന്നെ ആസ്വാദനങ്ങളുമൊക്കെ ലഭിക്കുന്ന ആളുകൾ അവരുടെ ജീവിത നിലവാരത്തിലേക്ക് മുഹമ്മദ് നബിയെ നീ നിന്റെ കണ്ണിനെ അയക്കേണ്ടതില്ല, അങ്ങോട്ട് നോക്കി നീ വേവലാതിപ്പെടണ്ട. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ ഒരു കാരണം അതാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് സമാധാനം വേണോ? എന്തു വേണം? ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യ ഏറെ പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ എഴുതി വെക്കേണ്ട പ്രവാചകന്റെ ഒരു വചനമാകുന്നു ഈ പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. എന്താ മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ ആ നോട്ടം കുറച്ചേ ഉണ്ടാകുള്ളൂ. ഉദാഹരണത്തിന് ഈ വർഷം ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ മുതലാളി എന്നുള്ളതിനൊരു വിപരീതമില്ലേ? ഈ വർഷം ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ദരിദ്രനാരാണ്? ഏറ്റവും വലിയ പാവപ്പെട്ടവനാരാണ്? ലോകത്തിലെ ഒരു ഗിന്നസ് ബുക്കിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു റെക്കോർഡ് ഗ്രന്ഥത്തിലും അത് കാണാൻ കഴിയില്ല. എന്താ കാരണം? ഏതൊരു പാവപ്പെട്ടവനെ പരിശോധിച്ചാലും അവനേക്കാൾ കഷ്ടപ്പെടുന്ന മറ്റൊരാളുണ്ടാകും. ഈ വർഷം ലോകത്ത് ഏറ്റവും വലിയ സുന്ദരനാരാണ്? സുന്ദരി ആരാണ്? മത്സരങ്ങൾ നടത്തിയാൽ കണ്ടെത്താം. എന്നാൽ ഏറ്റവും വലിയ സുന്ദരൻ എന്നുള്ളതിനൊരു വിപരീതമില്ലേ? ഈ വർഷം ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിരോധി ആരാണ്? ഈ വർഷം ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അംഗവൈകല്യം സംഭവിച്ചവനാരാണ്? വികലാംഗനാരാണ്? കണ്ടെത്താൻ സാധിക്കൂല. ഒരു ഗിന്നസ് ബുക്കിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന് സാധിക്കില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള മനുഷ്യനാരാ? കണ്ടെത്താം. പക്ഷേ ഏറ്റവും വലിയ ആരോഗ്യമുള്ളവൻ എന്നുള്ളതിനൊരു വിപരീതമുണ്ടല്ലോ. ഈ വർഷം ലോകത്തിലെ ഏറ്റവും വലിയ രോഗി ആരാണ്? പോകട്ടെ, ലോകത്ത് പോകട്ടെ, നമ്മുടെ ഈ കൊണ്ടോട്ടി പ്രദേശത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ രോഗി ആരാ? കണ്ടെത്താൻ സാധിക്കൂല. ഏതൊരു രോഗിയെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തെക്കാൾ വേദന അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാൾ അതിന് താഴെ ഉണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, സമാധാനം വേണോ? ആത്മഹത്യ ലോകത്തുനിന്ന് കുറയണോ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. താഴെയുള്ളവരിലേക്ക് നോക്കൂ. മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ ആ നോട്ടം കുറച്ചേ ഉള്ളൂ, അത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെയോ താഴെയുള്ളവരിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുരുഷായുസ് കഴിഞ്ഞാലും ആ നോട്ടം ബാക്കിയാകും. ഖുർആൻ എങ്ങനെയാണ് സംസ്കരണം ഉണ്ടാക്കുന്നത്? ഏത് പ്രതിസന്ധിയിലും അടിപതറാതെ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് ഖുർആൻ എങ്ങനെയാണ് നൽകുന്നത്? ഈ ഖുർആനിന്റെ സംസ്കരണ മുറകളുടെ അരികിൽ നിൽക്കുവാൻ പോലും ലോകത്ത് ഒരു ദർശനത്തിനും ഒരു ബുദ്ധിജീവിയുടെ ചിന്തക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖുർആൻ വെളിച്ചമാണ്, ജനങ്ങളുടെ ജീവിതത്തിന് അത് നൽകുന്നത് പ്രകാശമാണ്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായത്തിന്റെ പേര് തന്നെ അന്നൂർ, വെളിച്ചമെന്നാണ്. 1000 സൂര്യന്മാർ ഒന്നിച്ചു ജ്വലിച്ചാലും ഖുർആൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്വാലയുടെ പ്രഭയുടെ വെളിച്ചത്തിന്റെ അരികിലെത്താൻ സാധിക്കില്ല. അതാണ് ലോക ചരിത്രവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബ കിറാമുകളുടെ ജീവിതവും നമുക്ക് കാണിച്ചു തന്നത്. മറ്റൊന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തമാവുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തമാവുക. കുറ്റകൃത്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ട ചിന്ത എന്താണ്? നമ്മളിപ്പോഴും ഒരു കുറ്റകൃത്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്താൽ നമ്മൾ അയാളെ സംബന്ധിച്ച് അയാൾ വളരെ വലിയ കുറ്റവാളിയാണ്, അക്രമിയാണ്, ക്രിമിനലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഖുർആൻ മറ്റൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടിരുന്നത്. കുറ്റകൃത്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യ, നീ അങ്ങനെ ചിന്തിക്കണ്ട, പിന്നെ എന്ത് ചിന്തിക്കണം? ഞാനും ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായത്തിലെ 53-ാമത്തെ വചനം, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. ഞാൻ എന്റെ മനസ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല. കാരണം മനുഷ്യന്റെ മനസ്സുകൾ മനുഷ്യരുടെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ റബ്ബിന്റെ കാരുണ്യം സിദ്ധിച്ച മനസ്സുകൾ ഒഴികെ. ഒരു വലിയ സംസ്കരണമാണത്. മനുഷ്യർക്ക് ജീവിതത്തിൽ രക്ഷയും സമാധാനവും കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നത്
ഭൗതികമായ നേട്ടങ്ങളെ കൊണ്ടല്ല എന്നും റബ്ബിന്റെ കാരുണ്യമാണ് അതിന്റെ അടിസ്ഥാന ഘടകമെന്നും ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ ഏറെ പെരുകുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് നിസ്സാരമായി കാണുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളും പലപ്പോഴായി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ട് മോശമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയ ഗൗരവബുദ്ധി ഇന്ന് കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മോശമായ പോസ്റ്ററോ അശ്ലീല ചിത്രമോ പതിച്ചാൽ പണ്ടൊക്കെ നമ്മളത് പാടില്ല എന്ന് ചിന്തിച്ചിരുന്നു. ഇന്ന് നമ്മൾ നടക്കുന്നത് തന്നെ നാണം മറക്കാത്ത ചുവരുകൾക്കിടയിലൂടെയാണ്. അഥവാ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും തെറ്റല്ല എന്ന് ചിന്തിക്കുന്നു. മദ്യപാനത്തിന്റെ അവസ്ഥ എന്താ? പണ്ടൊക്കെ ഒരാൾ മദ്യപിച്ചാൽ അയാളെ സമൂഹം മറ്റു രൂപത്തിലായി നോക്കിക്കണ്ടത്. ഇന്നാണെങ്കിലോ ഇന്ന് മദ്യപിക്കാത്തവരെ കിട്ടാത്തത് കൊണ്ട് മദ്യപിക്കുന്നത് പ്രശ്നമല്ലാതെ മാറിയിരിക്കുന്നു. കല്യാണം ആലോചിക്കുന്ന സന്ദർഭത്തിൽ ചെക്കനെ സംബന്ധിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് ചെക്കന്? കുഴപ്പമൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മദ്യം കഴിക്കും. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാരെന്താ പറയുന്നത്? എപ്പോഴെങ്കിലല്ലേ മദ്യം കഴിക്കുന്നുള്ളൂ, സ്ഥിരമായിട്ടില്ലല്ലോ, അത് പ്രശ്നമല്ല. എന്താ കാരണം? മദ്യപാനം അത്രയും വ്യാപകമായപ്പോൾ ആ വിഷയത്തിന് സമൂഹം കൊടുത്ത, മതം കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ ഗൗരവം കുറഞ്ഞു വന്നു. കുറ്റകൃത്യങ്ങളുടെ പ്രത്യേകത അത് വ്യാപകമായി കഴിഞ്ഞാൽ, പെരുകിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന പിന്നെ ഗൗരവ ബുദ്ധി കുറഞ്ഞു വരുമെന്നുള്ളതാണ്. ഈ ഗൗരവ ബുദ്ധി ഒരു ഭാഗത്ത് കുറയുകയും മറുഭാഗത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് കുറ്റം ചെയ്യാത്തവർ പോലും അറിഞ്ഞോ അറിയാതെയോ കുറ്റം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉണ്ടാക്കുന്ന ഒരു സംസ്കരണം, നമ്മൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റബ്ബിന്റെ കാരുണ്യം, റഹ്മത്ത് നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കണം. ഈ റഹ്മത്തിന് വേണ്ടിയുള്ള തേട്ടമായിരിക്കണം മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായി നിന്നിൽ ഉണ്ടാകേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടായിരുന്നോ അതിനേക്കാൾ പ്രാധാന്യവും പ്രസക്തിയും